നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി രാഹുൽ സി എന്നാണ് ആ കുട്ടിയുടെ പേര്. പുണർദം നക്ഷത്രം. ആ കുട്ടിയുടെ വയസ്സ് വന്നിട്ട് 29 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് MBA ആണ്. ബാംഗ്ലൂരിൽ നിന്നാണ് MBA പാസ്സായിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെ പ്രശസ്തമായ ഒരു MNC കമ്പനിയിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 6 അടിയാണ്, 75 kg വെയ്റ്റ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ വന്നിട്ട് റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ, റിട്ടയർഡ് RDO ആൻഡ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് അമ്മ. അച്ഛൻ വന്നിട്ട് റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ. അപ്പോൾ ഇതാണ് ഈ ഫാമിലി. ഇവർ തൃശ്ശൂർ സെറ്റിൽഡ് ആണ് ഈ അച്ഛനും അമ്മയും. ഇവർ ഹിന്ദു ഇൻ്റർകാസ്റ്റ് മാരേജും കൂടിയാണ് അച്ഛൻ അമ്മ. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. കാരണം കുറേ സംസാരിച്ച് കേട്ടാൽ അയ്യോ അങ്ങനെയാണെന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അതൊക്കെ ഒരിക്കൽ കൂടെ ഞാൻ രാഹുൽ സിയെ കുറിച്ച് പറയാം. രാഹുൽ സിയുടെ നക്ഷത്രം പുണർദം. MBA ആണ് കുട്ടിയുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഹൈറ്റ് വന്നിട്ട് 6 അടി, 75 kg വെയ്റ്റ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. അമ്മ വന്നിട്ട് അമ്മയാണ് നായർ ഫാമിലി. അമ്മ വന്നിട്ട് റിട്ടയർഡ് RDO ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആണ്. അച്ഛൻ വന്നിട്ട് റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസറാണ്. തൃശ്ശൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 28 വയസ്സ്, പുണർദം നക്ഷത്രം. അപ്പോൾ ആരൊക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, നല്ല കാണാനൊക്കെ ആൺകുട്ടി, നല്ല ഞാൻ കണ്ടിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ നല്ല ഹാൻസം ആയിട്ടുള്ള ലുക്കൊക്കെ തന്നെ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ പാരൻസിന് ഇവരുടെ അമ്മയെ വിളിക്കാം, സംസാരിക്കാം. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ വരികൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം വിവാഹം നടക്കണമെന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം, ഈ ശ്രമം നല്ല ഉണ്ടാവും എല്ലാവരുടെ ഭാഗത്തുനിന്നും. പക്ഷേ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും. എന്താണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി പറയും, നോക്കൂ ജാതകം ശുദ്ധജാതകമാണ് കേട്ടോ. അപ്പോൾ ഈ വിളിക്കുന്ന ആൾ ചിലപ്പോൾ ദോഷമാണെന്ന് വെച്ചാൽ അതോടെ കഴിഞ്ഞു. അപ്പോൾ ജാതക വർത്തമാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല, പഠിച്ചിട്ടില്ല, ജ്യോതിഷം പഠിച്ചിട്ടില്ല. ഈ പഠിക്കാത്ത കാര്യത്തിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ വർത്തമാനം പറയുന്നത്. അത് കഴിയുന്നതും ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾ ഹോറോസ്കോപ്പ് കൊടുക്കൂ, നിങ്ങൾ ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിക്കൂ. ജ്യോതിഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക. വീട്ടിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ആരെങ്കിലും ജ്യോതിഷം പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാട്ടരുത്, അവരെ കൊണ്ട് നോക്കിപ്പിക്കരുത്. എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആ വീടുകളിൽ കല്യാണം നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ ഗുരുനാഥന്മാരെ കാട്ടിക്കോളൂ. പക്ഷേ സ്വന്തം വീട്ടിൽ ആരെങ്കിലും ജ്യോതിഷം നോക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നോക്കിപ്പിക്കരുത്. ഇതിന് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് മറ്റുള്ള ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കൃത്യമായിട്ടൊന്ന് നോക്കുക. അങ്ങനെയൊക്കെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിരിക്കണം വിവാഹം നടത്തേണ്ടത്. ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി മാറും.
കഴിയാവുന്നത്ര കുട്ടികളുടെയൊക്കെ ഏകദേശം ഒരു നല്ല ഏജിൽ തന്നെ കഴിയാവുന്നത്ര നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം രജിസ്റ്റർ ചെയ്യുന്നതിനൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ശ്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ശ്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾക്ക് എവിടെയാണോ തടസ്സങ്ങൾ നേരിടുന്നത്, എന്തൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക വേണം. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ കാര്യം, ഒരു സംശയവും വേണ്ട. കുറച്ച് ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കി ശാന്തമായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം. പറ്റുവാണെങ്കിൽ പാലക്കാട് ഓഫീസിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലം ഓഫീസിലോ വന്ന് കാണാൻ ശ്രമിക്കണം. എല്ലാം ഫോണിൽ കൂടെ പറയാൻ പറ്റിയെന്ന് വരില്ല. കഴിയുന്നതും കുട്ടികളെ കൊണ്ടുവരണം. കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടതാണ്. റെയിൽ മാർഗം വരുന്ന ആളുകൾക്ക് വളരെ സൗകര്യം ഒറ്റപ്പാലത്ത് വന്നിറങ്ങലാണ്. കാരണം സ്റ്റേഷൻ്റെ തൊട്ടതാണ് എൻ്റെ ഓഫീസ്. പാലക്കാട് കൂട്ടുപാതയിലാണ്, ഹൈവേയിലാണ്, കോയമ്പത്തൂർ ഹൈവേയിൽ, പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലാണ് കൂട്ടുപാതയിലാണ് എൻ്റെ ഓഫീസ്. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഞാൻ അവിടെയുണ്ട്. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ഒറ്റപ്പാലത്തുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം, കാണാം, സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം.